സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി പരീക്ഷണങ്ങൾക്കുള്ള കാരണം അയാൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ്. ആ പാപങ്ങളും തിന്മകളുമാണ് ധാരാളം ഉത്കണ്ഠകൾക്കും ബേജാറുകൾക്കും കാരണം, നമുക്കറിയാം. അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ ആ ഉത്കണ്ഠകളും ബേജാറുകളും ഇല്ലാതെയാവുന്നുണ്ട്. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അതേപോലെ തന്നെ ഉത്കണ്ഠകളും ബേജാറുകളും സങ്കടങ്ങളും എല്ലാം ഇല്ലാതെയായി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അത് കാരണമായി തീരുന്നതാണ്. അതെങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നത് നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മേൽ 10 സ്വലാത്ത് നേരുന്നതാണ്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഫിൽ മലഇൽ അഅല, മലഉൽ അഅലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ സംബന്ധിച്ച് സംസാരിക്കലാണ്, ആ വ്യക്തിയെ പ്രശംസിക്കലാണ് മലക്കുകളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ പ്രശംസിക്കുകയും മലക്കുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നന്മകൾ പറയുകയും ചെയ്താൽ തീർച്ചയായും ആ വ്യക്തി അല്ലാഹു തൃപ്തിപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുന്നതാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും കാരുണ്യവുമൊക്കെ ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകലാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ 10 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന് ഒരു വ്യക്തി കാരണക്കാരനായി തീരുന്നു. അപ്പോൾ അത് അയാളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോകുവാനുള്ള ഒരു മാർഗമായി തീരുന്നതാണ്. അതേപോലെ തന്നെ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മാമിൻ മുസ്ലിമിൻ യുസല്ലി അലൈ, ഏതൊരു മുസ്ലിമും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇല്ലാ സ്വല്ലത്ത് അലൈഹിൽ മലായിക്കത്തു മാ സ്വല്ല അലൈ, മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫൽയുഖില്ലൽ അബ്ദു മിൻ ദാലിക ഔ ലിയുക്സിർ, അതുകൊണ്ട് തന്നെ അടിമകൾ സ്വലാത്ത് കുറയ്ക്കട്ടെ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ, എത്ര വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ്. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്, മഗ്ഫിറത്തിനു വേണ്ടിയും റഹ്മത്തിനു വേണ്ടിയും. അതും അയാളുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നീങ്ങിപ്പോവാൻ കാരണമായി തീരും. അപ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വ്യക്തിയുടെ ഉത്കണ്ഠകളും ബേജാറുകളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നത്, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് 10 ഇരട്ടി റഹ്മത്ത് നൽകുന്നു. അതിനു പുറമെ മലക്കുകളുടെ ശുപാർശ ഉണ്ടാവുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിലൂടെ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയും ആ വ്യക്തിക്ക് മഗ്ഫിറത്ത് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അയാളുടെ വിഷമങ്ങളും സങ്കടങ്ങളും നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റ് അദ്കാറുകളുടെ കൂടെ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എന്നാൽ ഒരിക്കലും തന്നെ ഭൗതികമായ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി മാത്രം സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അതല്ലാത്ത രംഗത്ത് അള്ളാഹുവിനെയും റസൂലിനെയും മറന്ന് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു റഹ്മത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഓരോ വ്യക്തിയുടെയും നിയ്യത്തുകൾ അറിയാം. ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ നിലപാടല്ല. വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ, ആരാണോ പരലോകം ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, ഫൗലായിക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവ്വം സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയ്യത്ത് എപ്പോഴും പരലോകത്തെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ പൊരുത്തവും എല്ലാമായിരിക്കണം. അതല്ലാതെ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഭൗതികമായ പ്രയാസം നീങ്ങാൻ വേണ്ടി മാത്രം ആ സമയത്ത് മാത്രം സ്വലാത്ത് ചൊല്ലുകയും അതിനുശേഷം അത് മറന്നു പോവുകയും ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ സ്വലാത്തുകൾ പതിവാക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹമാണ്, നേട്ടമാണ്. അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും അള്ളാഹു അവർക്ക് മാറ്റിക്കൊടുക്കുകയും അവരുടെ പാപങ്ങൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്.